ഒരു സമയത്തും സ്റ്റീരിയോ ടൈപ്പ് ആവാൻ സർ ആഗ്രഹിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ആവാതിരിക്കാൻ ബോധപൂർവം ഒരു ശ്രമം ഉണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പം പരീക്കുട്ടി വലിയ ഹിറ്റായതിനു ശേഷം, ചെമ്മീനു ശേഷം അതുപോലുള്ള നിരാശകാമുക കഥാപാത്രങ്ങൾ ബോധപൂർവം തന്നെ അത് ഒഴിവാക്കി എന്ന് കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നായകനായി നന്മ നിറഞ്ഞ നായകനാവുമ്പോൾ തന്നെയായിരുന്നു പ്രിയയിൽ സംവിധാന സംരംഭമാണ് വില്ലനാവാൻ ഒരു ശ്രമം അതാണ് ആ ഒരു വാക്കാണ് തെറ്റ്. വില്ലനാകാനല്ല, ഈ സൽഗുണ സമ്പന്നനല്ലാതെ അല്ലാത്തവരും ലോകത്തുണ്ടല്ലോ, അതെ ഉണ്ട്, അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് എടുക്കാൻ. അല്ലാതെ വില്ലനാവുകയാണ്, അതൊക്കെ താരത്തിൻ്റെ ഓപ്പോസിറ്റാണ് ഈ വില്ലൻ. ആ വില്ലനും ആക്ടറുടെ കൂട്ടത്തിൽ വരുന്നില്ല. ശരിയാണ്, മനസ്സിലായില്ലേ? ഒരിക്കലും സ്റ്റീരിയോ ടൈപ്പ് ആവരുത് എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു മനസ്സിൽ ഒരേ തരം. അങ്ങനെയല്ല. ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ ഒരു 62 തൊട്ട് 63 തൊട്ട് കുറേ ഇങ്ങനെ ഒരു 7 വർഷം വർക്ക് ചെയ്തിട്ടും എനിക്ക് റിപ്പീറ്റഡ്ലി ഒരേ രീതിയിലുള്ള ക്യാരക്ടേഴ്സ് വന്നുകൊണ്ടിരുന്നതല്ല. അധികം അഭിനയിക്കാൻ സ്കോപ്പുള്ള ക്യാരക്ടേഴ്സ് കുറച്ചേ വന്നുള്ളൂ. അല്ലാതെ അതുവരെ ഉള്ളതിനെ ഇഷ്ടപ്പെടാതിട്ടൊന്നുമല്ല. പക്ഷെ അതിൽ ഉപരിയായിട്ട് അതുവരെ ചെയ്തതിനേക്കാളും ഉപരിയായിട്ട് പലതൊക്കെ ചെയ്യാനുള്ള ക്യാരക്ടേഴ്സ് വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഇമേജിനെ കുറിച്ച് നോക്കാതെ ഞാൻ പടം എടുക്കാൻ തുടങ്ങിയപ്പം ഈ ഹീറോ ടൈപ്പ്, സ്റ്റാർ ടൈപ്പ് ക്യാരക്ടേഴ്സ് അല്ല എൻ്റെ പടങ്ങളിൽ ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഭാർഗവി നിലയത്തിലെ സാറിൻ്റെ പ്രകടനം അതുവരെയും സത്യൻ സാറിൽ മാത്രം ചുറ്റിപ്പറ്റി നിന്നിരുന്ന സ്വാഭാവിക അഭിനയത്തിൻ്റെ മറ്റൊരു വേർഷനായിട്ടാണ് ആളുകൾ മനസ്സിലാക്കിയിരുന്നത്. ഏറ്റവും സ്വാഭാവികമായിട്ടാണ് അന്ന് എഴുത്തുകാരനെ സാർ അവതരിപ്പിച്ച് കാണിച്ചത്. പിന്നീട് അതിൻ്റെ പുതിയൊരു പതിപ്പായി നീലവെളിച്ചം വന്നപ്പോൾ പോലും സാറ് ചെയ്തു വെച്ചതിൻ്റെ റിയലിസ്റ്റിക് ആയ വശം അതിൽ വന്നില്ല എന്ന വിമർശനങ്ങളുണ്ടായിരുന്നു. എങ്ങനെയാണ് ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു വിധത്തിലേക്ക് ആ കഥാപാത്രത്തെ മോൾഡ് ചെയ്യാൻ സാധിച്ചത്? ഒരു വിധത്തിലും അത് സിനിമാറ്റിക്കേ ആയിരുന്നില്ല, ഏറ്റവും സ്വാഭാവികമായിട്ടാണ് ആ കഥാപാത്രം സിനിമയിൽ ഉടനീളം ഉണ്ടായിരുന്നത്. ആ കഥാപാത്രത്തിന് വരുന്ന ഭീതി പോലും വളരെ സ്വാഭാവികമായിരുന്നു. എങ്ങനെ ആ ഒരു ലെവൽ ഓഫ് ആക്ടിങ് അവിടേക്ക് എത്തിയത്? ഇല്ല, നമ്മളത് വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മുമ്പിൽ ആ കഥാപാത്രം ഏതായാലും മനസ്സിൽ പതിയുമല്ലോ. അപ്പോൾ അതൊക്കെ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിയുന്നിടത്ത് ആ ക്യാരക്ടർ നമ്മുടെ ഉള്ളിൽ കയറും. അപ്പോൾ അതാണ് നമ്മൾ പുറത്ത് പ്രകാശിപ്പിക്കുന്നത്. അല്ലാതെ പ്രത്യേക ഒരു സ്റ്റെപ്പ് ഒരു പ്രിപ്പറേഷനൊന്നുമില്ല ഇതിന്. ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, എന്നിട്ട് അതിനെ ഉൾക്കൊള്ളാനും അതിനെ തിരിച്ച് പ്രകടിപ്പിക്കാനും ട്രൈ ചെയ്യുക. സിനിമകൾ സംവിധാനം ചെയ്തിരുന്നപ്പോഴും അക്കാലത്ത് പേരെടുത്ത തിരക്കഥാകൃത്തുക്കളെ അല്ലാതെ സാറിന് ഇഷ്ടമുള്ള എഴുത്തുകാരുടെ വർക്കുകളാണ് പലപ്പോഴും സാർ സിനിമയാക്കാൻ വേണ്ടി ഉത്സാഹം ചെയ്തത്. അത് ആ പ്രോസസ്സിനോടുള്ള ഇഷ്ടം കൂടി കൊണ്ടായിരുന്നു. അത് സിനിമ ഉണ്ടാക്കുമ്പോൾ പൊതുവെ പുതുമുഖം പോലെയുള്ള ഒരാളെ വെച്ച് ചെയ്യുമ്പോഴുള്ളൊരു രസം ഇല്ല. അതുകൊണ്ടല്ല. കാരണം അതുവരെ എഴുതിക്കൊണ്ടിരുന്നവർ മോശക്കാരായതുകൊണ്ടല്ല. ഈ ഞാൻ എടുത്ത ആളുകളുടെ നല്ല കൃതികൾ ആരും എടുക്കുന്നില്ലല്ലോ. അതിപ്പോൾ എന്താ പറയുക, അതിന് ഏറ്റവും വലിയ എക്സാമ്പിളായിട്ടുള്ളത് മനേശ്വരി വിശ്വാമിത്രൻ എന്നുള്ള ഇതുണ്ടല്ലോ, അത് കൈനിക്കര കുമാരപിള്ള സാറിൻ്റെ നാടകമാണ്. അത് ഞാൻ എടുത്തില്ലെങ്കിൽ എഴുത്തതിന് ശേഷവും ആരും കൈനിക്കര കുമാരപിള്ള സാറിൻ്റെ നാടകം അന്വേഷിച്ച് പോയില്ല. ജി ശങ്കരപ്പിള്ളയുടെയാണ് അതിന് ശേഷം വേറെ എടുത്തത് ഞാൻ. പിന്നെ അങ്ങനെ പലരുടെയും ആരും സിനിമയിൽ വളരെ പ്രസിദ്ധരായിട്ടുള്ളവരുണ്ടായിരുന്നില്ല. അത് ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്, മനസ്സിലായി, എല്ലാവരുടെയും മനസ്സിൽ പെട്ടില്ല. ഞാൻ അന്ന് ഈ വായനയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചിരുന്നതുകൊണ്ട് ഞാൻ അവരുടെ എല്ലാം കൃതികളിൽ ഞാൻ എത്തിപ്പറ്റി. അപ്പോൾ അതിൽ ഇഷ്ടപ്പെട്ടതിന് ഞാൻ എടുത്തു എന്നുള്ളതേ ഉള്ളൂ. അന്ന് തൊട്ടേ സാറിൻ്റെ രാത്രി വേളകളിലുള്ള ഉറക്കമൊഴിച്ചുള്ള പുസ്തക വായന, സിനിമ കാണൽ, അത് കഴിഞ്ഞ് രാവിലെ വൈകിയുള്ള എഴുന്നേൽക്കൽ പ്രസിദ്ധമായിരുന്നു. പിന്നീട് ചെന്നൈയിൽ ഷൂട്ടിങ്ങുള്ള സമയത്തും രാത്രികാലങ്ങളിലായിരുന്നല്ലോ അധികവും ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത്. ഇപ്പോഴും അതേ ഒരു ദിനചര്യ തന്നെയാണോ പാലിക്കുന്നത്? ഇപ്പോൾ അങ്ങനെയാണ് പാലിക്കുന്നത്. ഇപ്പോൾ മറ്റേതങ്ങനെയല്ല. മറ്റേത് ഒരു കുറച്ച് 60-70 വയസ്സ് വരെയൊക്കെ രാവിലെ 7:30 മണി വെളുപ്പാങ്കാലത്തൊന്നും എണീറ്റ് പോകില്ല. രാവിലെയുള്ള എല്ലാ ഷൂട്ടിങ്ങും അതിൻ്റെ സമയത്ത് പോകുമായിരുന്നു. പക്ഷേ കുറച്ച് പ്രായമായി കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഉച്ചയ്ക്ക് ശേഷമേ പോകുള്ളായിരുന്നു. ഒരു 2 to 9 ഞാൻ വർക്ക് ചെയ്യുള്ളൂ എന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ ഒരു ദിനചര്യ എങ്ങനെയാണ്? ഇപ്പോഴും സിനിമ കാണുന്നുണ്ട്, ഇപ്പോഴും OTT പ്ലാറ്റ്ഫോമുകളിൽ സിനിമ കാണാൻ ശ്രമിക്കുന്നുണ്ട്, പുസ്തക വായനയുണ്ട്. ദിനചര്യ ഒന്ന് പറയാം. ദിനചര്യ ഇപ്പോൾ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ ഇപ്പോൾ നിങ്ങൾ ഇന്നത്തെ പ്രോഗ്രാം കണ്ടില്ലേ, നിങ്ങളുടെ പ്രോഗ്രാം, അങ്ങനെ ഒരു ദിനചര്യ എനിക്ക് വയ്ക്കാൻ സാധിക്കണില്ല. ഇങ്ങനെ മാറിയുള്ള ദിനചര്യ, അപ്രതീക്ഷിതമായിട്ടുള്ള സന്ദർശകരുണ്ടാവുക. അപ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചാൽ പകലൊന്നും നടക്കില്ല. അപ്പോൾ ഒരു സിനിമ കാണണമെന്ന് പറഞ്ഞാൽ മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ രാത്രി ഒരു 10 മണി കഴിഞ്ഞിട്ടേ എനിക്ക് സിനിമ കാണാൻ പറ്റുള്ളൂ. മനസ്സിലായി. എന്തെങ്കിലും വായിക്കണമെന്നോ, അവിടെ 3 പത്രം വരുന്നുണ്ട്. 3 പത്രത്തിൽ 3 ഞാൻ ഒരു 30 പ്രാവശ്യം വീതം എടുത്തിട്ടുണ്ട്. എനിക്ക് വായിക്കാൻ സാധിച്ചില്ല, ആളുകൾ വന്നും പോയും ഇരിക്കുന്ന കാരണം. പിന്നെ രാത്രി അത് വായിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ
ഒരു എൻ്റേതായിട്ട് എനിക്ക് കിട്ടുന്ന സമയം ആഫ്റ്റർ 11 o'clock. അപ്പോൾ നമുക്ക് ഉറങ്ങുമ്പോൾ ഒരു 3-3:30 മണിയായി പോകും. ഏറ്റവും ഒടുവിൽ കണ്ട സിനിമ ഏതാണ്? പുതിയ ഒരു സിനിമ ഞാൻ ഇന്നലെ കണ്ടത് ഈ ടോവിനോട് അടിപൊളി അക്രമം ഒരു പടയിൽ പോകുന്ന അജയൻ്റെ രണ്ടാം മോഷണം. അത് ഏറമാണ് ഇന്നലെ വൈകിട്ട് കണ്ട് നിർത്തിയത്. ഈ ഏറമിൻ്റെ സിനിമയ്ക്കും പണ്ട് മലയാളത്തിൽ വലിയ രീതിയിൽ വിറ്റുപോയിരുന്ന വടക്കൻ പാട്ടുകളുടെയും അല്ലെങ്കിൽ പടയോട്ടത്തിൻ്റെയൊക്കെ ഒരു ഛായ ഉണ്ടല്ലോ ചെറുതായിട്ട്. അത് ഓർത്തോ സിനിമ കണ്ടവസാനിപ്പിച്ചപ്പോൾ? അത് കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം അത് ഒരു ജനറേഷൻ ഗ്യാപ്പായിരിക്കാം. അതിനകത്ത് ചുമ്മാ ഈ അടിപിടിയെല്ലാം നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ അടിപിടിയും നമ്മളെ വിഡ്ഢികളാക്കുന്നതല്ലേ. ഒരുത്തിൻ്റെ താടിയിലൊരു തട്ട് കൊടുത്താൽ അവന് പൊങ്ങിപ്പോയി 3 കറക്കം കറങ്ങി താഴെ വന്ന് നിൽക്കുകയും അവിടെ നിന്ന് എണീറ്റ് വന്ന് വെണ്ണി അടിക്കുകയൊക്കെ ചെയ്യണത് കണ്ടുകൊണ്ടിരുന്നിട്ട് തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ സാധിക്കണില്ല. അതിൻ്റെ വിഷമം ഉണ്ടായിരുന്ന പടം കാണുമ്പോൾ. വളരെ സ്വതസിദ്ധമായിട്ടുള്ളൊരു നർമ്മബോധം സാറിലുള്ളതായിട്ട് സാറിൻ്റെ ഒരു ജീവിത സാഹചര്യം സാർ ഒരു അഭിമുഖത്തിൽ വിവരിച്ചപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സിഗരറ്റ് വലി വീട്ടിൽ പിടിച്ച സമയത്ത് അമ്മയുടെ തലയിൽ വെച്ച് സത്യം ചെയ്യാൻ അച്ഛൻ പറഞ്ഞു. അപ്പോൾ അച്ഛനോട് പറഞ്ഞു, ഞാൻ ഇനി സിഗരറ്റ് വലിക്കില്ല. ആ നിമിഷം തൊട്ടങ്ങോട്ട് ഇനി പിന്നെ അങ്ങോട്ട് ബീഡിയാണ് വലിക്കുന്നത്. കാരണം സത്യം അവിടെ ലംഘിക്കപ്പെട്ടിട്ടില്ലല്ലോ. ഈ നർമ്മബോധം അതൊരു നർമ്മബോധമല്ല, ആവശ്യമായിരുന്നു. ഇപ്പോഴും നമ്മളോട് സംസാരിക്കുമ്പോൾ പോലും നർമ്മമുണ്ട്. ജീവിതത്തെ ലൈറ്റായി തന്നെയാണോ ഇത്രയും കാലയളവിൽ മുഴുവനായും എടുത്തത്? സ്വയം ഒരു ഗൗരവമായിട്ട് എടുത്ത സന്ദർഭങ്ങളുണ്ടോ? ഇല്ല, അങ്ങനെ വലിയ സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല. കാരണം ജനിക്കുന്നു, കുറേ കഴിഞ്ഞിട്ട് പോകുന്നു, ഇതൊക്കെ നമുക്ക് അറിയാമെന്നുള്ളതല്ലേ. അപ്പോൾ ഇതിനെ വലിയ സീരിയസ് ആയിട്ട് എടുത്തിട്ട് കാര്യമൊന്നുമില്ല. സീരിയസ് ആയിട്ട് എടുത്താൽ കൂടുതൽ ബുദ്ധിമുട്ടാവില്ല ലൈഫിൽ. സോ ടേക്ക് ഇറ്റ് ലൈക്ക് ദാറ്റ്. കുറച്ച് ലൈറ്റായിട്ട് എടുത്താൽ സുഖമാണ് ജീവിക്കാൻ. ഇപ്പോൾ 91 വയസ്സാവുന്നു. ഇതുവരെയും ആവുന്നുമല്ല, അത് കഴിഞ്ഞു. 91 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. വളരെ വിരളമായ പിറന്നാളുകൾ ആഘോഷിച്ചിട്ടുള്ളൂ. അതും 80-ഉം 90-ഉം ആഘോഷിക്കാൻ അതിൻ്റെ കാരണമുണ്ട്. മാധ്യമ ശ്രദ്ധ, ആളുകൾ വന്ന് ആശംസകൾ അർപ്പിക്കുന്നു, അതുകൊണ്ടൊക്കെയാണ്. എന്താണ് പിറന്നാളുകൾ, അങ്ങനെയുള്ള ആഘോഷം, അതിനോടൊക്കെ ഒരു വിമുഖത? അങ്ങനെ വിമുഖത അല്ല ഉണ്ടായിരുന്നത്. പണ്ട് ഞാനിവിടെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് വീട്ടിൽ കാലത്ത് എഴുതി പിറന്നാളുണ്ടെന്ന് എല്ലാവരും കുളിച്ച്, പ്രത്യേകിച്ച് ഞാൻ അമ്പലത്തിൽ പോയിട്ട് തൊഴുത് സ്കൂളിൽ പോകുക അല്ലെങ്കിൽ കോളേജിൽ പോകുക, അങ്ങനെയൊക്കെ ആയിരുന്നു. പ്രത്യേകം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ സാധാരണ കഴിക്കുന്ന ഊണിൻ്റെ കൂടെ ഒരു പായസം ഉണ്ടാകും, ഒരു പ്രഥമൻ. അല്ലാതെ ഒരു ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് വളർന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ ആഘോഷിക്കാനുള്ള അവസരം ഉണ്ടായില്ല. എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം 2 വർഷം ബനാറസിലായി പോയി MA പഠിക്കാൻ. പിന്നെ 2 വർഷം നാഗരൂരിലായി പോയി. അതിന് 3 വർഷം ഡൽഹിയിലായി പോയി. പിന്നെ തിരിഞ്ഞ് സിനിമയിൽ വന്നപ്പോൾ മദ്രാസിലുമായി പോയി. അപ്പോൾ അങ്ങനെ ആഘോഷിക്കാനൊരു ഒരു ഒരു അവസരം ഉണ്ടായില്ലെന്നല്ല, അതിനെക്കുറിച്ച് ആലോചിക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ എൻ്റെ അറിവിൽ വീട്ടിലോ ഞാനോ എവിടെയെങ്കിലും വെച്ചിട്ടോ എൻ്റെ പിറന്നാളിന് ഒരു ആഘോഷം ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതുണ്ടായത് 90-ാം വയസ്സിൽ നാട്ടുകാരെല്ലാം കൂടെ, സിനിമാക്കാരെല്ലാം കൂടെ നടത്തിയ ഒരു ആഘോഷമുണ്ടല്ലോ, അതിനെനിക്ക് പോകാനും പറ്റില്ല. ഇത്ര അധികം സിനിമകൾ ചെയ്തിട്ടും ഒരു ഏകദേശം 6 പതിറ്റാണ്ടുകളോളം സിനിമയിൽ നിലനിന്നിട്ടും ഒരു സിനിമ നൽകുന്ന ഈ സുഖങ്ങൾ അല്ലെങ്കിൽ ഗ്ലിറ്റ്, ഗ്ലാമർ, സെലിബ്രേഷൻ, ആ ഏരിയകളിലൊന്നും മധുസാറിനെ കണ്ടിട്ടില്ല. കുടുംബവുമായിട്ടാണ് അധികവും സ്പെൻഡ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. ഷൂട്ടിംഗ് കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്കാണ് പോകുന്നത് കണ്ടിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു സിനിമ നൽകുന്ന ഒരു സുഖമുണ്ടല്ലോ, ഭയങ്കര ഗ്രാൻഡ്യൂർ, ഒരു വലിപ്പം, അത് എന്താ ആകർഷിക്കാതിരുന്നത്? ഇല്ല, അതിനേക്കാൾ നമ്മൾ ജോലിക്ക് പോകുന്നു. നമ്മളിപ്പോൾ വർക്കിന് പോകണം. വർക്ക് കഴിഞ്ഞാൽ ഏറ്റവും ഞാൻ പ്രാധാന്യം നൽകിയിട്ടുള്ളത് കുടുംബത്തിനാണ്. അപ്പോൾ എനിക്ക് വലിയ സുഖമാണ് ഈ നല്ല ക്യാരക്ടർ പോയിട്ട് അഭിനയിക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് വീട്ടിൽ വരിക. മറ്റേതങ്ങനെ ഞാനെന്നല്ല, എനിക്ക് തോന്നുന്നില്ല ആരും മലയാള സിനിമയിൽ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏത് ഈ ആഘോഷിക്കാൻ പോകുന്നവർ വേറെ ഹിന്ദിയിലോ വല്ലതും ഉണ്ടോ എന്ന് അറിയാൻ പാടില്ല. തമിഴിലും അങ്ങനെ അധികം ഉണ്ടെന്ന് തോന്നുന്നില്ല. സിന്ദൂരച്ചെപ്പ്, തീക്കനൽ 2 മികച്ച സിനിമകൾ സംവിധാനം ചെയ്തിരിക്കുന്നു. 2നും സംസ്ഥാന സർക്കാർ അന്ന് അംഗീകാരങ്ങളും നൽകിയതാണ്. ഏതാണ് പേഴ്സണലി ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വർക്ക്? അത് ചോദിക്കരുത്. കാരണം 2നും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഒരുമാതിരി എന്തോ ഒരു 2 ഇപ്പോൾ പുലിയും കടുവയും തമ്മിൽ എന്താ ചോദിച്ചാൽ 2 ഏതാണ്ട് ഒരുപോലെ തന്നെയല്ലേ. അതെ, അതുപോലെ 2 നല്ല കഥകൾ, നല്ല ആർട്ടിസ്റ്റ്, നല്ല പടമായിരുന്നു. അത് ഷൂട്ട് ചെയ്യാനും സൗകര്യമായിരുന്നു, സുഖമായിരുന്നു, അഭിനയിക്കാനും സുഖമായിരുന്നു, പുറത്തു വന്നപ്പോൾ ആളുകൾക്ക് കാണാനും സുഖമായിരുന്നു. അടുത്തടുത്ത വർഷങ്ങളിലാണ് ഈ 2 സിനിമകൾക്കും വലിയൊരു അംഗീകാരമൊക്കെ കിട്ടുന്നത്. ഏറെക്കുറെ കുറഞ്ഞ വർഷങ്ങളുടെ ഇടവേളയിൽ. അതിനുശേഷവും സിനിമകൾ 14 സിനിമകളോട് സംവിധാനം ചെയ്തു. അതിനുശേഷം സംവിധാനം
ഒരു 90-കൾക്ക് ശേഷം വളരെ കുറയുകയും പ്രൊഡക്ഷൻ മാത്രമാവുകയൊക്കെ ചെയ്തിരുന്നു. എന്താ സംവിധാനം കുറഞ്ഞു പോയത്? അത് ഈ സംവിധാനം എന്നുള്ള നമ്മുടെ നാട്ടിൽ ഈ സംവിധാനം എന്ന് പറയുന്നത് ക്യാമറയിൽ നിർത്തി ഉള്ളപ്പോൾ ഷോട്ട് എടുക്കുക മാത്രമായിട്ട് മാറി. സംവിധായകൻ ഷോട്ട് എടുക്കുന്നു, ഇതെല്ലാം കൊണ്ട് എഡിറ്ററിൽ കൊടുക്കുന്നു, അയാൾ കട്ട് ചെയ്യുന്നു, പിന്നെ അങ്ങോട്ട് അതിന് മുമ്പുള്ളതെല്ലാം അങ്ങനെയാണ്. അപ്പോൾ സംവിധായകൻ എന്ന് പറയുന്നത് എഡിറ്ററെ പോലെ, ക്യാമറാമാനെ പോലെ, മേക്കപ്പ് മാനെ പോലെ ഷോട്ട് എടുക്കുന്ന മനുഷ്യനായിട്ട് മാറി. എഡിറ്റിങ്ങിൽ പോലും അധികം ശ്രദ്ധിക്കില്ല എന്ന് മാത്രമല്ല, ശ്രദ്ധിച്ചുകൊണ്ട് പ്രയോജനമില്ല. അത്ര വലിയ കഴിവും അറിവും ഉണ്ടാവില്ല പലർക്കും. അപ്പോൾ ഇതിൻ്റെ എനിക്ക് വേണ്ടി വന്നത്, ഞാൻ ഈ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ആൾ നമ്മളെ മനസ്സിലാക്കിയിട്ടുള്ളത് കാശും കൊണ്ട് വരുന്ന ഏതെങ്കിലും ഒരാൾ മനസ്സിലാക്കിയിട്ടുള്ളതല്ല, യാഥാർത്ഥ്യവും കുറേ അങ്ങനെയാണ്. അയാൾക്ക് ഈ പടത്തിൻ്റെ കഥയിലോ അല്ലെങ്കിൽ അതിൻ്റെ ടേക്കിങ്ങിലോ അതിൻ്റെ ഗുണത്തിലോ ഒന്നും യാതൊരു എന്തെന്ന് പറയാൻ ബന്ധവുമുണ്ടാവില്ല, ഇല്ലേ? മാറി നിൽക്കുന്ന ഒരു മനുഷ്യനാണ് പലതിലും. എല്ലാ പ്രൊഡ്യൂസേഴ്സിനും കുറിച്ചല്ല ഞാൻ പറയണത്. അപ്പോൾ പ്രൊഡ്യൂസറാണ് ഇത് റിയൽ പ്രൊഡ്യൂസർ. അയാൾ സ്ക്രിപ്റ്റ് ടു സ്ക്രീൻ, ചിലപ്പം അത് കഴിഞ്ഞും ഈ സിനിമയെ കൊണ്ട് നടക്കുന്ന ആളാണ് എൻ്റെ മനസ്സിലുള്ള പ്രൊഡ്യൂസർ. അല്ലാതെ ഈ കാശ് കൊണ്ടുവരുന്ന ആളിനെ ഫൈനാൻഷ്യർ എന്ന് പറയാം, അല്ലെങ്കിൽ പ്രൊപ്പറേറ്റർ എന്ന് പറയാം. ഹീസ് നോട്ട് ദി പ്രൊഡ്യൂസർ, ബിക്കോസ് ഹീസ് നോട്ട് പ്രൊഡ്യൂസിങ് ഇറ്റ്. പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്കി അതിലുള്ള ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റും ഒക്കെ കൂടെ ചേർന്നിട്ടാണ്. അപ്പോൾ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെയൊക്കെ മുകളിലുള്ളത് എൻ്റെ മനസ്സിൽ. ഈ സിനിമ ഷൂട്ട് ചെയ്ത് സിനിമയാക്കുന്ന ഡയറക്ടറും, എഡിറ്റ് ചെയ്ത് ശരിയാക്കുന്ന എഡിറ്ററും, മ്യൂസിക് ഡയറക്ടറും, നേരെയുള്ള ഇപ്പോൾ സ്ക്രിപ്റ്റ് എഴുത്തുകാരനും, ക്യാമറാമാനും, ഇതൊക്കെ പോലെ അവരും ഇവരെ ഒക്കെ അതിനുമുപരിയായിട്ട് ഈ പ്രൊഡക്ഷൻ്റെ മറ്റു കാര്യങ്ങളും കൂടെ നോക്കി നടത്തുന്ന ഒരാളാണ് എൻ്റെ പ്രൊഡ്യൂസർ. അതാകാനായിരുന്നു എൻ്റെ അടുത്ത ആഗ്രഹം. ഈ ഡയറക്ഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രൊഡ്യൂസറാകണമെന്ന് തോന്നി. അപ്പം ഞാൻ ചുമ്മാ കാശ് മുടക്കിയിട്ട് മാറി നിന്നിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളല്ല. ബട്ട് ഇതിൻ്റെ ഓരോ ഫ്രെയിമിലും ഞാനുണ്ടെന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഡയറക്ടർ എന്നുള്ള ഇത് വരാത്തത്. ഞാൻ പ്രൊഡ്യൂസർ ഈസ് ദ മാൻ ഹൂ മേക്സ് ദ ഫിലിം. ഈ പ്രൊഡക്ഷനിലേക്ക് കൂടി കടന്നപ്പോൾ മധു സാറിലേക്ക് ഒരു പേടി കലർന്ന ബഹുമാനം, മധു സാർ എന്ന് പറഞ്ഞാൽ ഒരു ഭയമുണ്ട്, ആളുകൾക്ക് അടുക്കാൻ ഒരു ആശയം പറയാൻ ഒരു ഭയമുണ്ട്, അങ്ങനെ പൊതുവിലൊരു അഭിപ്രായം രൂപപ്പെട്ടിരുന്നു. അതിനെപ്പറ്റി അറിവുണ്ടായിരുന്നു? ഇല്ല, അതുകൊണ്ട് അതെനിക്ക് തോന്നുന്നു. ഞാൻ ഈ പണ്ടില്ല വാദ്യാരായിരുന്നല്ലോ, അപ്പോൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആ പിള്ളേരെ പഠിപ്പിച്ച ഒരു സംഗതി കിടപ്പുണ്ട്. ഇപ്പോൾ ഏത് പ്രായം അതല്ലേ. അപ്പോൾ 2 വർഷം അത് പഠിച്ച് വന്ന് കഴിഞ്ഞ് ഒന്ന് ക്ലാസ്സിലിരുന്ന് പഠിച്ചത്, അത് കഴിഞ്ഞ് നേരെ 2 വർഷം കോളേജിൽ ലെക്ചറായിരുന്നപ്പോൾ എൻ്റെ മുമ്പേ ഇരിക്കുന്ന എല്ലാം കുട്ടികളല്ലേ, അവരുമായിട്ടാണ് ഈ 2 വർഷവും സംവദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് മനസ്സിൽ കിടന്നതാണോ എന്ന് സംശയമുണ്ട്. പിന്നെ വീട്ടിലാണെങ്കിലും അതെ, എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് 4 സിസ്റ്റേഴ്സാണ്, അത് 4ഉം ഇളയത്. അപ്പോൾ എനിക്ക് ചേട്ടനില്ല, അമ്മാവനില്ല, അച്ഛനുണ്ടായിരുന്ന. അച്ഛൻ പലപ്പോഴും വീടിന് പുറത്തായിരുന്നു ജോലി ചെയ്തിരുന്നത്. അതൊക്കെ എപ്പോഴും 24 മണിക്കൂറും അല്ല, ഒരു മാസത്തിൽ. ആദ്യമൊക്കെ അച്ഛൻ മാസത്തിലൊരിക്കൽ 2 മാസത്തിലൊരിക്കലൊക്കെ 2 ദിവസത്തേക്ക് വരെ ഉണ്ടായിരുന്നില്ല. അച്ഛൻ പല സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ കൂടി തന്നെ ഒരുമാതിരി ഒരു അധ്യാപകൻ എൻ്റെ മനസ്സിൽ കയറി, ഈ പിള്ളേരുടെ ഒരു അധ്യാപകൻ വീട്ടിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ കോളേജിൽ എനിക്ക് തോന്നുന്നു ആ ഏജിൽ, ആ പ്രായത്തിൽ കടന്നുകൂടിയ അധ്യാപകനായിരിക്കും ഈ കുഴപ്പമുണ്ടാക്കിയത്. മധു സാറിൻ്റെ അച്ഛൻ കുറെ കൂടി കർക്കശക്കാരനായിരുന്നു എന്നും വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു എന്നും, അതുകൊണ്ട് ഒരു മകൻ എന്നുള്ള രീതിയിൽ സ്നേഹം പ്രകടിപ്പിച്ച് അങ്ങോട്ട് അടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന് വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളിൽ സദാസമയം ഒരു അധ്യാപകൻ ഉള്ളത് കൊണ്ട് തന്നെ സ്വന്തം മക്കളോടും അച്ഛനെ പോലെയായിരുന്നോ പെരുമാറിയിരുന്നത്, അതോ സ്നേഹവാത്സല്യങ്ങൾ നിറഞ്ഞൊരു അച്ഛനായിരുന്നു? അല്ല, എനിക്ക് അവിടെ ഒരു മോളല്ലേ ഉള്ളൂ. പിന്നെ അതുകൊണ്ട് ഈ പ്രശ്നം വന്നില്ല. എനിക്കിപ്പോൾ ആകപ്പാടെ അവളെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാൻ വളർത്തിയതും ഞാനല്ല. ഞാൻ ഈ സമയത്ത് മദ്രാസിൽ നിന്ന് ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് 3-4 ദിവസം കാണും, പിന്നെയും പോവും, പിന്നെ ഒരു 5-6 ദിവസം കഴിയുമ്പോൾ വരും. പക്ഷെ അവളെ വളർത്തിയത് അവളുടെ അമ്മയും അമ്മൂമ്മയും ഒക്കെ കൂടെയാണ്. അവൾ കുറേ വളർന്ന് കഴിഞ്ഞതിന് ശേഷമാണ് വളരെ ക്ലോസ് ആവാൻ സാധിച്ചത്. സ്റ്റുഡിയോ ഇവിടെ തുടങ്ങിയതിന് ശേഷം ആണ് അധികവും വീട്ടിലുണ്ടാകാൻ സാധിച്ചത്. അച്ഛൻ ഈ പറയും പോലെ അങ്ങനെ ഒരു കർക്കശക്കാരനും
എന്തെന്ന് പറയാൻ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളും അത് എന്നോട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ. അത് ഈ 4 പെൺമക്കളെ മൂത്തതായിട്ട് ഉള്ളവനാണ്. അപ്പം വീട്ടിൽ എന്തായാലും ഒരു അമ്മ പരാതി പറയും, സിസ്റ്റേഴ്സ് എല്ലാം പരാതി പറയും, അച്ഛൻ വന്നു കയറുമ്പോൾ കേൾക്കുന്ന ഇതൊക്കെയാണ്. മനസ്സിലായി? അത് കാരണം ഇവന് നന്നായിക്കോട്ടെ എന്ന് വെച്ചിട്ട് കാണിച്ച മണ്ടത്തരമാണ്. മധുസാറിൻ്റെ ഒരു ചേഷ്ടകളും അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള മധുസാർ ടെംപ്ലേറ്റുമായി ഒരു ബന്ധവുമില്ലാത്ത 2 കഥാപാത്രങ്ങൾ, ഒന്ന് ഉമ്മാച്ചുവിലെ മായനും അതുപോലെ കുടുംബവിശേഷത്തിലെ രാഘവക്കുറുപ്പും ആണെന്നാണ് പൊതുവിൽ ഫിലിം ക്രിറ്റിക്സ് ഉൾപ്പെടെ പറയാറ്. ഈ 2 കഥാപാത്രങ്ങളിലും എന്താണ് സവിശേഷമായി മധുസാർ തന്നെ ഒരു സ്വയം ഒരു റെട്രോസ്പെക്ഷൻ എടുത്ത് നോക്കുമ്പോൾ കാണുന്ന പ്രത്യേകതയിൽ ഈ സാധാരണ നാം കാണുന്ന മനുഷ്യരെക്കാളും കുറേ കൂടെ ഒരു കുറേ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ജീവിതം നയിച്ചവരാണ് ഇവരെല്ലാം, ഇല്ലേ? അപ്പോൾ കഥ പറയുന്നത് ഫ്രം ദെയർ ബിഗിനിങ്, ആദ്യം തൊട്ട് അവസാനം വരെയുള്ള കഥ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ചെറുപ്പത്തിലുള്ളത് കൊണ്ട് കുറച്ച് പ്രായമായത് വരെയുള്ള എല്ലാ മൂമെൻറ്റ്സും അവരുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. ഇതൊക്കെ അഭിനയിക്കണ്ടേ? അപ്പോൾ അതെല്ലാം ചെയ്യാനുള്ളൊരു ആനന്ദമുണ്ടല്ലോ. ഈ പാട്ടുകാരന് പാടുമ്പോൾ നമ്മൾ മാത്രമല്ല, പാട്ടുകാരന് സുഖിക്കുന്നുണ്ട്. വീണ വായിക്കുന്നവൻ വീണ വായിക്കുമ്പോൾ കേൾക്കുന്നവർ മാത്രമല്ല, വായിക്കുന്നവനും സുഖിക്കുന്നുണ്ട്. അതുപോലെ എന്നെ സംബന്ധിച്ചുള്ള അഭിനയിക്കുമ്പോൾ എനിക്കും അതുപോലൊരു സുഖമാണ്. പരീക്കുട്ടിയാണോ അതോ ഭാർഗവ നിലയത്തിലെ എഴുത്തുകാരനാണോ ഏറ്റവും അധികം ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നത്? ഇല്ല, രണ്ടും 2 കഥാപാത്രങ്ങളല്ലേ. അത് ഹൃദയത്തോടല്ല, കൂടുതലും തലച്ചോറിനോടുമായിട്ടാണ് ചേർന്ന് നിൽക്കുന്നത്. അതെ അതെ. 2 പേരെയും ഇത് അഥവാ 2 നന്നായിട്ടുണ്ടെങ്കിൽ ഈ 2 സ്ക്രിപ്റ്റും ഞാൻ വായിച്ചതാണ്. സിമേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഹൈസ്കൂളിൽ പഠിക്കാൻ നേരത്തെ നോവൽ വായിച്ചിട്ട് ഇഷ്ടപ്പെട്ട് പല പ്രാവശ്യം ആ നോവൽ വായിക്കുകയും ആ പ്രായത്തിൽ ഈ പരീക്കുട്ടിയെ നമുക്ക് മനസ്സിൽ ഇഷ്ടപ്പെടുകയും ചെയ്തിട്ട് വളർന്നു വന്നപ്പോൾ അത് മനസ്സിൽ നിന്ന് പോയിരുന്നില്ല. അപ്പം പരീക്കുട്ടി ഇതിൽ അഭിനയിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. മറ്റേ ഭാർഗവ നിലയം ഒരു പുതിയൊരു സാധനം വന്ന് വീഴുന്നപ്പോൾ അതിനെ പഠിച്ചിട്ട് ചെയ്യാനുള്ളൊരു സുഖം. 2 വഴിക്കാണ്. ഒന്ന് നേരത്തെ തന്നെ പഠിച്ചു കഴിഞ്ഞൊരു കഥാപാത്രം, രണ്ടാമത്തത് പഠിച്ച് ചെയ്യേണ്ട ഒരു കഥാപാത്രം. ഇത് രണ്ടും ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം സുഖമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് 2 ചെയ്തപ്പോഴും എനിക്ക് ഓരോ ഷോട്ടിലും എനിക്ക് സുഖമായിരുന്നു. 4 എഴുത്തുകാരെ പറ്റി പറയാം. 4 എഴുത്തുകാരുമായി സാർ ക്ലോസ്ലി വർക്ക് ചെയ്തിട്ടുണ്ട്. എന്താണ് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നതെന്ന് പറയണം. MT, ഉറൂബ്. അല്ല, MT ഞാൻ യങ്ങർ ജനറേഷൻ എന്നുള്ള മട്ടിൽ ഞാൻ പറഞ്ഞാണ്. പഴയതിൽ പറയുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് എല്ലാവരെയും ഇഷ്ടമാണ്, എല്ലാവരുടെ കൃതികളെയും ഇഷ്ടമാണ്. പക്ഷെ പെട്ടെന്ന് ഓടി വരുന്ന തഴയ ചേട്ടനാണ്. അത് സിനിമയിൽ അഭിനയിച്ചുകൊണ്ടല്ല, അദ്ദേഹത്തെ ഞാൻ ഈ സിനിമയിൽ വരുന്നതിന് എത്രയോ മുമ്പ് തന്നെ പരിചയപ്പെടുകയും, ഞാൻ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കുന്ന കാലത്ത് മൂപ്പർ കൂടെ ഡൽഹിയിൽ വരും. പലപ്പോഴും ഞങ്ങൾ ഫ്ലൈറ്റിൽ ഒരുമിച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അവിടെ വെച്ച് കേരള ഹൗസിലാണ് താമസിക്കുന്നത്. ഞങ്ങളും വല്ല നാടകമെല്ലാം റിഹേഴ്സൽ നടത്തുന്നത് കേരള ഹൗസിലാണ്. അവിടെ വെച്ച് തകഴിച്ചേട്ടനെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അന്നേ തുടങ്ങിയതാണ്. അതൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ചെമ്മീൻ അഭിനയിക്കുന്നത്. അപ്പോൾ അത് എഴുത്തുകാരെന്നുള്ള രീതിയിൽ മാത്രമല്ല, അല്ലാതെയും പരിചയമുള്ളത് കാരണം, സ്നേഹമുള്ളത് കാരണം. ആ എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ ആദ്യം തകഴിച്ചേട്ടനാണ് ഓർമ്മ വരുന്നത്. MT എല്ലാം വായിച്ചിട്ടുണ്ട്, ഞങ്ങൾ പരിചയപ്പെട്ടിട്ടില്ല. അത് ആ മുറപ്പണ്ണിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ MT നേരിട്ട് കാണുന്നതും സംസാരിക്കുന്നതും അടുക്കുന്നതും. അത് പിന്നെ എന്തോ ഒരു മുർജന്യ ബന്ധം പോലെ വളരെ കുറച്ചൊരു ബന്ധമായി. ഞാനിപ്പോൾ പറയാൻ പോകുന്ന 2 എഴുത്തുകാരെ പറ്റി, മഹാസാഹിത്യകാരന്മാരെ പറ്റി ഞങ്ങൾക്ക് അറിവില്ല. കാരണം അവരുടെ വിഷ്വൽ ഇൻ്റർവ്യൂ ഒന്നും ഇപ്പോൾ ലഭ്യമല്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഉറൂബ് എന്ന മനുഷ്യൻ, അദ്ദേഹം എന്ന കലാകാരൻ ഏത് വിധത്തിലായിരുന്നു? തകഴി ശിവശങ്കരപ്പിള്ള, അദ്ദേഹം ഏത് വിധത്തിലായിരുന്നു ഒരു കലാകാരൻ എന്ന നിലയിൽ, മനുഷ്യൻ എന്ന നിലയിൽ? ഒന്ന് വിശദീകരിക്കും. ഉറൂബിൻ്റെ കാര്യം ഓർക്കുമ്പോൾ ഇതിനെ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനൊക്കില്ല. ഉറൂബ് എന്ന് പറയാൻ നമുക്ക് തോന്നുന്ന ഒരു എന്താ പറയാൻ, ഒരു കാരണവരുടെ സ്ഥാനത്തിൽ നമ്മൾ വലിയ ഗൗരവമുള്ള ഒരു ഇതുള്ള ഉള്ളൊരു കാര്യം. തകഴിച്ചേട്ടനെ കാണുമ്പോൾ നമുക്ക് വളരെ ഇഷ്ടമുള്ളൊരു എന്താ പറയാൻ, ഒരു അയൽക്കാരൻ. നമ്മളെ പ്രായത്തിനേക്കാളും പ്രായം കൂടുതലുണ്ടെങ്കിലും നമ്മെപ്പോലെ തന്നെ നമ്മൾ ഒത്ത് കളിച്ചു നടക്കാൻ തയ്യാറായിട്ടുള്ള ഒരു മനുഷ്യനായിട്ടുമാണ് മനസ്സിൽ കണ്ടിട്ടുള്ളത്. സിനിമയിലാണ് ഏറ്റവും അധികം വ്യാപൃതനായിട്ടുള്ളത്. പക്ഷേ ഏറ്റവും അധികം ഹൃദയത്തോട് ചേർത്തിരുന്ന 2 കാര്യങ്ങളൊന്ന് ഫുട്ബോളും ഒന്ന് നാടകവുമായിരുന്നു.
പക്ഷെ നാടകത്തിന് വേണ്ടിയിട്ടും ഫുട്ബോളിന് വേണ്ടിയിട്ടും അങ്ങനെ കാര്യമായി എന്തെങ്കിലും സിനിമയോളം ചെയ്തിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ചെയ്യാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഞാൻ അവസാനം നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോയത് തന്നെ നാടകത്തിന് വേണ്ടി വല്ലതും ചെയ്യാൻ വേണ്ടി തന്നെയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് വന്നിട്ട് ഇവിടെ വന്ന് ഒരുപാട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ബോറാണ് വീണ്ടും വീണ്ടും പറയുക. എന്നാലും പറയുകയാണ്, ഇവിടെ വന്നിട്ടൊരു പാരലൽ കോളേജ് തുടങ്ങിയിട്ട്, അതാണ് ഞാൻ ഈ ഉദ്യോഗം രാജിവെച്ചിട്ട് പോയപ്പം എനിക്ക് വട്ടാണെന്ന് ആളുകൾ പറഞ്ഞപ്പോൾ എനിക്കറിയാമായിരുന്നു എനിക്ക് വട്ടല്ലെന്ന്. ഒരു 2 വർഷം, അന്നത്തെ 2 വർഷമായിരുന്നു ഈ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ കോഴ്സ് തുടങ്ങിയപ്പോൾ. പിന്നെയാണ് 3 വർഷമാക്കിയത്. അത് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ഏതെങ്കിലും ഒരു കോളേജിൽ ഒരു ഉദ്യോഗം ഉണ്ടാക്കിയെടുക്കാൻ തരമില്ല. അതിലും താല്പര്യം എനിക്കുണ്ടായിരുന്നില്ലായിരുന്നു. കാരണം ഇതിനു മുമ്പ് കോളേജിൽ ജോലിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ പാറ്റൂർ മുക്കിൽ MA പാസ്സായി വന്ന പിറ്റേ ദിവസം തൊട്ടുള്ള ശ്രമത്തിൽ അടുത്ത മാർച്ച് സെപ്റ്റംബറിൽ തോറ്റ പിള്ളേരെല്ലാം പഠിപ്പിക്കത്തെ കൊണ്ട് ഒരു ട്യൂട്ടോറിയൽ കോളേജ് തുടങ്ങി ഈ പാറ്റൂർ ജംഗ്ഷനിൽ. അത് പിന്നെ അച്ഛൻ നിർബന്ധിച്ച് ആണ് നാഗരൂരിൽ കോളേജിൽ ലെക്ചറായിട്ട് അങ്ങോട്ട് പോകേണ്ടി വന്നത്. അൺഫോർച്യുനേറ്റ്ലി അത് അടയ്ക്കേണ്ടി വന്നു. ഒരു മാർച്ച് സെപ്റ്റംബർ കോഴ്സ് നടത്തിയിട്ട് എനിക്ക് ക്ലോസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇത് അവിടെ പോയി നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോയിട്ട് ഈ നാടകമെല്ലാം പഠിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു പാരലൽ കോളേജ് സ്വന്തമായിട്ട് തുടങ്ങുക. ഈ പാരലൽ കോളേജിൻ്റെ കൂടെ നാടകം പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസും അത് ഓഫീസ് ഗോയിങ് പീപ്പിളും അവർക്ക് വേണ്ടിയിട്ട് ഒരു 5 മണിക്ക് ശേഷമുള്ളൊരു ഈവനിങ് കോഴ്സ്, ബാക്കി ഇതിനെക്കുറിച്ച് പഠിച്ച ആളെല്ലാം കൊടുത്തിട്ട് കോഴ്സ് എടുത്തിട്ട് അത് കൂടുതലും നാടകം ചെയ്തുകൊണ്ട് പഠിക്കുക, വെറുതെ പുസ്തകത്തിൽ എഴുതി പഠിക്കുക എന്നുള്ളതല്ല. എന്നിട്ടൊരു വണ്ടിയൊക്കെ എടുത്ത് ഒരു റെപ്പർട്ടറി ട്രൂപ്പ് നാടകം കളിച്ച് നടക്കുക. അന്ന് ഓർമ്മയുണ്ടോയെന്നറിയില്ല, അന്ന് ഈ കേരളത്തിൽ കുറഞ്ഞതൊരു 500 ആർട്സ് ക്ലബ്സ് ഉണ്ടായിരുന്നു, നിറച്ചുണ്ടായിരുന്നു. ഈ ആർട്സ് ക്ലബ്ബുകൾക്ക് മാത്രം അവധി ദിവസങ്ങളിൽ പോയി കളിക്കത്തക്കണം. അതിനുള്ള കാശുണ്ടാക്കാനാണ് ഈ പാരലൽ കോളേജ് ക്യാപിറ്റൽ. അതിന് ചിലവിന് ഇതിന് സ്ഥിതി കൊണ്ട് മുമ്പോട്ട് പോകില്ല. അങ്ങനെ അതൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്തെ എന്ത് പറയാൻ, ചെറുക്കി വീണതുപോലെ, കരയുന്ന ചെറുക്കി വെള്ളത്തിൽ വീണതുപോലെയാണ് ഞാൻ സിനിമയിൽ വീണത്. 2 പ്രധാനപ്പെട്ട മനുഷ്യർ അല്ലെങ്കിൽ വലിയ കലാകാരന്മാർ സാറിന് സമകാലീനരായിട്ട് കൂടി ഉണ്ടായിരുന്നു. സീനിയേഴ്സാണ് പറയുമ്പോൾ പ്രേം നസീർ, സത്യൻ മാഷ്. ഇവർ 2 പേരുമായിട്ടുള്ള ഇടപെടൽ അല്ലെങ്കിൽ ഇവർ 2 പേരെയും കലാകാരന്മാർ എന്നുള്ള രീതിയിൽ സാർ എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. ഇപ്പോൾ പ്രേം നസീറിൻ്റെ കാര്യം എടുത്താൽ അദ്ദേഹം വലിയ നടനാണെങ്കിൽ പോലും ഒരു ചട്ടക്കൂടിൽ അദ്ദേഹം എവിടെയോ പെട്ടുപോയതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. നിത്യഹരിതത്തിൽ അദ്ദേഹം എവിടെയോ പെട്ടുപോയതുപോലെ തോന്നിയിട്ടുണ്ട്. ഇരുട്ടിൻ്റെ ആത്മാവ് പോലെ അതിഗംഭീരമായ പ്രകടനങ്ങൾ ആ മനുഷ്യനിൽ നിന്നുണ്ടാകുമ്പോൾ തന്നെയും ഒരു ടെംപ്ലേറ്റിൽ എവിടെയോ പെട്ടുപോയതുപോലെ. ഇതിനെപ്പറ്റി മധു സാർ അദ്ദേഹവുമായിട്ട് സംസാരിക്കുകയോ എന്തെങ്കിലും? കരിയറിനെ പറ്റി ഞാൻ സംസാരിച്ചിട്ടില്ല, ഞാൻ പുറത്ത് സംസാരിച്ചിട്ടുണ്ട്. പ്രേം നസീറിന് അഭിനയിക്കാൻ ഉള്ള കഴിവ് 10-700 സിനിമയിൽ അഭിനയിച്ചെങ്കിലും വേണ്ട രീതിയിൽ മലയാളം സിനിമ ഉപയോഗിച്ചിട്ടില്ല. അദ്ദേഹം ക്ലിക്ക് ചെയ്ത മോഡൽ ക്യാരക്ടേഴ്സ് വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടിരുന്നു. അതിൽ വളരെ അപൂർവം ആയിട്ടുള്ള 3-4 ഒരു സിനിമകൾ മാത്രമേ ഉള്ളൂ. ഇരുട്ടിൻ്റെ ആത്മാവോ പിന്നെന്താ, അങ്ങനെ കുറച്ച് 2-3 അല്ലാതെ അധികമില്ല. സത്യൻ മാഷ് അദ്ദേഹം ഉണ്ടാക്കിയ സ്വാഭാവിക അഭിനയത്തിൻ്റെ ഒരു രീതി അല്ലെങ്കിൽ അദ്ദേഹം കഥാപാത്രങ്ങൾ ഉൾക്കൊണ്ടിരുന്ന വിധം, അതിനെപ്പറ്റി അദ്ദേഹവുമായിട്ടുള്ള സൗഹൃദത്തിലാണ് സത്യൻ മാഷുമായി. സത്യൻ മാഷ് ഞാൻ ഒരു 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 എന്താ പറയുക, ഒരു ഗുരുവിൻ്റെ സ്ഥാനത്താണ് ഞാൻ കണ്ടിട്ടുള്ളത്. പട്ടാളത്തിലും ഓഫീസിലും പോലീസിലും അടുത്തും ഇതുമൊക്കെ ജീവിതത്തിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് സ്വയം അഭിനയിച്ചിട്ടുള്ള ആളാണ്. ജീവിതം നല്ലപോലെ പഠിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹത്തിനൊരു ക്യാരക്ടർ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അഭിനയിക്കാനും കഴിയുമായിരുന്നു. പിന്നെ ഈ അഭിനയത്തിനോട് ഭയങ്കര ഒരു ആവേശവുമായിരുന്നു. ഈ വയസ്സുകാലത്ത് വന്ന് വയസ്സുകാലത്ത് വന്ന് 40-ന് ശേഷമാണ് 41-ലാണ് വരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് അവസാന നിമിഷങ്ങളിൽ വരെ അഭിനയിച്ച് നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എല്ലാവരുടെയും സ്നേഹവും ബഹുമാനവും ആർജിച്ചുകൊണ്ട് തന്നെ വലിയ കഴിവല്ലേ. ശ്രീ മോഹൻലാലുമായി സാർ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഇപ്പോൾ വിശേഷാൽ വളരെ കൊമേഴ്ഷ്യലായ 2 സിനിമകൾ ഉദാഹരണത്തിന് പറയാൻ ഉദ്ദേശിക്കുന്നു. ഒന്ന് ഹലോ എന്നുള്ള സിനിമയുണ്ട്, നരൻ എന്ന സിനിമയുണ്ട്. ഈ 2 സിനിമകളിലും ഒന്നിൽ സാർ അദ്ദേഹത്തിൻ്റെ ഫാദർ ഇൻ ലോ ആണ്, ഒന്ന് സാറിനെ ഒരു ഫാദർലി ഫിഗറായിട്ട് ബഹുമാനിക്കുന്നു. രണ്ടിലും വല്ലാത്തൊരു വാത്സല്യം അല്ലെങ്കിൽ സ്ക്രീനിൽ വാത്സല്യം ഞങ്ങൾക്കൊരു മേക്ക് ബിലീഫായിട്ട് തന്നെ തോന്നുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ വല്ലാത്തൊരു അടുപ്പവും സ്നേഹവും ഉണ്ടെന്ന്.
ഇത് അദ്ദേഹവുമായിട്ടുള്ള ഒരു ഓഫ് സ്ക്രീനുമായിട്ടും നിങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്യുന്ന ഒരു സൗഹൃദമുണ്ടല്ലോ, ഒരു സ്നേഹമുണ്ടല്ലോ, അതിൻ്റെ ഒരു ബാക്കിപത്രമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഇല്ല, അങ്ങനെ ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനിത് ചെയ്യാൻ നേരത്തെ ആ ക്യാരക്ടർ മനസ്സിലാക്കിയിട്ട് ചെയ്തു എന്നുള്ളേ ഉള്ളൂ. പിന്നെ ഓഫ് കോഴ്സ് ആസ് എൻ ആക്ടർ എനിക്ക് ലാലിനെ ഇഷ്ടമാണ്, അഭിനയം ഇഷ്ടമാണ്. ഓരോ തലമുറയും ഇങ്ങനെ മാറി മാറി വരുമ്പം പിൻതലമുറയെക്കാളും മെച്ചമായിട്ട് വരും അടുത്ത തലമുറ എന്ന് പറയുമല്ലോ. ആ കൂട്ടത്തിൽ ഒരാളാണ് ലാൽ ഈ പറയും പോലെ കമേഴ്ഷ്യലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അടിപിടി അക്രമവും ഡാൻസും എല്ലാം ഉണ്ടെങ്കിലും ഏത് പടം നോക്കിയാലും എന്തെങ്കിലും ശരിക്ക് അഭിനയിക്കാനുള്ളതുണ്ടാവും. ഇത് മാത്രമായിരിക്കില്ല. പ്രേമിക്കുകയും മനചുറ്റി ഓടുകയും പിന്നെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അടിയെ കൂടുകയും കുറേ സ്റ്റണ്ട് ഇതൊക്കെ എടുക്കുകയും അമ്മാവൻ തകരാറുണ്ടാക്കുക, അല്ലെ പെണ്ണിൻ്റെ തന്ത തകരാറുണ്ടാക്കുക, ഒളിച്ചുകൂടി പോവുകയും അടി കൂടുകയൊക്കെ കൊണ്ടിട്ട് ചെയ്തിട്ട് അവസാനം ഒന്നുചേരുകയും അല്ലാതെയുള്ള ക്യാരക്ടേഴ്സ് ഒരുപാട് ലാൽ അഭിനയിച്ചിട്ടുണ്ട്. സോ ഹി ഹാസ് പ്രൂവ്ഡ് ഹിംസെൽഫ് ടു ബി എ വെരി ഗുഡ് ആക്ടർ. അതേസമയം വളരെ ഫ്ലെക്സിബിളുമാണ്. ഇത് കമേഴ്സ്യൽ ഇല്ല നമ്മൾ പറയുമ്പോൾ ഈ സൂപ്പർ സ്റ്റാറിൻ്റെ വേലയും കയ്യിലുണ്ട്, എന്നാൽ ബെസ്റ്റ് ആക്ടറിൻ്റെ സംഗതിയും അയാളുടെ കയ്യിലുണ്ട്. ആ പേര് പറയുമ്പോൾ ഒപ്പം പറയുന്നൊരു പേരാണ് ശ്രീ മമ്മൂട്ടി. അദ്ദേഹം സാറിനെ പലപ്പോഴും ഒരു ഗുരുസ്ഥാനീയനായി അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്, ബഹുമാനം കലർന്നിട്ട് എപ്പോഴും സംസാരിക്കാറുള്ളൂ. അദ്ദേഹത്തെ ഒരു നടൻ എന്ന രീതിയിൽ പരിചയപ്പെടുന്നതും അല്ലെങ്കിൽ അദ്ദേഹത്തെ ഓർക്കുന്നതുമൊക്കെ ഏത് വിധത്തിലായിരിക്കും? മമ്മൂട്ടി വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ്. ലൈഫ് തന്നെ വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുള്ള ആളാണ്. ഈ പറഞ്ഞ പോലെ മമ്മൂട്ടി വലിയ ബഹളങ്ങളൊന്നും കാണിച്ചില്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന ക്യാരക്ടറെല്ലാം മനസ്സിലാക്കി അറിഞ്ഞ് ചെയ്യുന്നയാളാണ്. ഈ അഭിനയം ആസ്വദിച്ച് ചെയ്യുന്ന ആളാണ്. മമ്മൂട്ടിയേക്കാൾ കൂടുതൽ ഭാഗ്യവാന്മാർ നമ്മളാണ്. കാരണം അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് നമുക്ക് കിട്ടിയത്. മമ്മൂട്ടി ഏത് റോൾ എടുത്തിരുന്നാലും ഇതുവരെ ഏതെങ്കിലും ഒരു മമ്മൂട്ടി അഭിനയിച്ച് മോശമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. താരങ്ങളിലെല്ലാം അച്ഛനായിട്ട് അഭിനയിച്ചിരുന്ന മധുസാറിൻ്റെ ഒരു ഫേസ് ഉണ്ടായിരുന്നല്ലോ. അതായത് ഈ താരങ്ങളിലേക്ക് അച്ഛൻ മധുസാറായിരിക്കും. മധുസാറിൻ്റെ കഥാപാത്രത്തിന് എന്തെങ്കിലും സംഭവിക്കുമ്പോഴായിരിക്കും ഇവർ ശരിക്കും നായകത്വമുള്ള നായകന്മാരാവുക. അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ മടുപ്പിച്ചിട്ടുണ്ടോ എപ്പോഴും? അതുകൊണ്ടാണല്ലേ നിർത്തിയത്. കുറേ അങ്ങനെയായി. അത് കഴിഞ്ഞ പിന്നെ വരണതെല്ലാം ഇങ്ങനത്തെ ക്യാരക്ടറായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അഭിനയം അതിൻ്റെ സുഖമായിട്ട് തോന്നില്ല എനിക്ക്. സോ ഐ ലോസ്റ്റ് മൈ ഇൻട്രസ്റ്റ് ഇൻ ഫിലിം ആക്ടിങ്. ഇപ്പോൾ അഭിനയത്തിന് വേണ്ടി അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി ഇനിയും ഒരുപാടുണ്ടല്ലോ ചെയ്യാൻ. ഇനിയുള്ള ദിവസങ്ങളിൽ സിനിമയ്ക്ക് വേണ്ടി, സിനിമ എന്നുള്ള മാധ്യമത്തിന് വേണ്ടി എന്ത് ചെയ്യും? അത് എനിക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ വളരെ വളരെ അംബിഷ്യസ് ആയിരുന്നില്ല. അപ്പോൾ നമുക്കൊരു ഈ ടീനേജിൽ ഒരു 10-21 വയസ്സ് വരെയും, ടീനേജ് കഴിഞ്ഞ് കൂടിപ്പോയ 21 വയസ്സ് വരെയൊക്കെയാണ് നമ്മൾ എന്താകണം, എവിടെയാകണം, നമുക്ക് എന്ത് വേണം, എവിടെ എത്തിപ്പറ്റണം എന്നെല്ലാമുള്ള ഒരു ചിത്രം മനസ്സിലുണ്ടാവുക. നാളത്തേക്കുള്ള മോഹങ്ങൾ, ഞാൻ ഇന്നതാകണം, എനിക്കിന്നതൊക്കെ ചെയ്യണം, എനിക്കിതൊക്കെ കിട്ടണം, ഇതൊക്കെ ഉണ്ടാക്കണം എന്നുള്ള ഒരാഗ്രഹം മനസ്സിലുണ്ടാകണത്. എനിക്കെന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ട് 10-50 വയസ്സാവണ മുമ്പ് ഇതെല്ലാം കിട്ടിപ്പോയി. അപ്പം പിന്നെ പുതിയതായിട്ട് വല്ലതും ആഗ്രഹിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നമ്മൾ മോഹിച്ചതെല്ലാം നേരത്തെ കിട്ടിപ്പോയത് കാരണം ഒരു സ്ലോ ഡൗൺ എനിക്ക് മനസ്സിലുണ്ടായിരുന്നു. പിന്നെ ഒരു മടി, സത്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ വരുന്നിടത്ത് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പലരും ഇങ്ങനെ വരുന്നുണ്ട്. ഞാനിപ്പോൾ കണ്ടില്ല, ഇതും പിടിച്ചല്ലേ വന്നേ. അതെ, ഞാനിപ്പോൾ ഏത് രീതിയിൽ ഇരിക്കുന്നു ആ രീതിയിലൊരു കഥാപാത്രത്തിനെ ഇപ്പോൾ ചുറ്റിപ്പറ്റിയുള്ളൊരു സ്ക്രിപ്റ്റുമായിട്ട് വന്നാൽ ഞാൻ ശ്രമിക്കാം. അല്ലാതെ ഇന്നയാളിൻ്റെ അച്ഛനായിട്ടോ ഇന്നയാളിൻ്റെ അമ്മാവനായിട്ടോ എന്നെ വിളിക്കരുത്. ഇപ്പം ഞാൻ എൻ്റേതായിരിക്കണം, എൻ്റെ കഥയായിരിക്കണം സിനിമയിൽ. പക്ഷെ ആ കഥാപാത്രം ഞാനായിരിക്കണം. അങ്ങനെ ഒരെണ്ണം എഴുതിക്കൊണ്ട് വരികയാണെങ്കിൽ ഞാൻ നോക്കാം. 5-6 പേരെണ്ണം എഴുതിക്കൊണ്ട് വന്ന് കൊള്ളില്ലെന്ന് തിരിച്ചും കൊടുത്തിട്ടുണ്ട്. കൂടെയുള്ള ആളുകൾ, ഒപ്പം ജോലി ചെയ്തവർ, അഭിമുഖമെടുക്കാൻ വരുന്നവർ എല്ലാവരും ഈ ലെജൻഡ് അല്ലെങ്കിൽ മഹാപ്രതിഭ എന്നൊക്കെ വിളിക്കുന്ന സമയത്ത് എന്താണ് മനസ്സിലേക്ക് കടന്നു വരുന്നൊരു വികാരം? സിനിമയ്ക്ക് അതിങ്ങനെ കേട്ട് പോകുന്ന വരാറില്ല. ഒരു ചാരിതാർത്ഥ്യം തോന്നാറുണ്ടോ? ഇല്ല, അതൊരു സാധാരണ ചേട്ടാന്നോ അമ്മാവാന്നോ ഒക്കെ വിളിക്കും പോലെ തോന്നിയിട്ടുള്ളൂ. മലയാള സിനിമയിലെ കാരണവരെന്നൊക്കെ പറയുമ്പോൾ ആ രീതിയിലേ തോന്നിയിട്ടുള്ളൂ. മനസ്സിൽ എത്രയായിരിക്കും പ്രായം? ഈ ഒരു നാച്ചുറൽ പ്രോസസ്സാണെന്നുള്ള പൂർണ്ണമായ അറിവും ബോധമുള്ളതുകൊണ്ട് മനസ്സിനെ ഇത് ബാധിച്ചിട്ടില്ല. കാരണം ഇങ്ങനെ ബാധിക്കുമെന്ന് പണ്ടേ അറിയായിരുന്നു. പക്ഷേ ഇന്ന് പറ്റിയെന്താന്ന് പറഞ്ഞാൽ അബദ്ധം ഒന്നേ പറ്റിയുള്ളൂ. ഇത്രയും നാൾ ഇരിക്കുമെന്ന് വിചാരിച്ചില്ല.
അതാണ് പറ്റിയത്. ഇപ്പോൾ പണ്ടത്തെ സിനിമകൾ കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. പണ്ടത്തെ സിനിമകളാണ് അധികം കാണുന്നത്. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ സിനിമ അധികം ഷൂട്ട് ചെയ്യുന്നത് മദ്രാസിലായിരുന്നല്ലോ. അപ്പം ഞാൻ അഭിനയിച്ചിട്ടുള്ള പടങ്ങളുടെ പോലും ഒരു 30% പടങ്ങളെ ഞാൻ കണ്ടിരുന്നുള്ളൂ അന്ന്. കാരണം അവിടെ ഷൂട്ടിംഗ് നടക്കുക, ഇവിടെ റിലീസ് ചെയ്യും. അഥവാ ഇവിടെ റിലീസ് ചെയ്ത് കഴിഞ്ഞിരുന്നാലും റിലീസ് ചെയ്തിരിക്കുമ്പോൾ നമ്മൾ ഇവിടെ വന്നാലും ഈ തിയേറ്റർ അടുത്തില്ലാത്ത ഏതെങ്കിലും ഗ്രാമത്തിലായിരിക്കും നമ്മുടെ ഔട്ട്ഡോർ ഷൂട്ടിംഗ് ഉള്ളത്. ചിലപ്പോൾ മാത്രം സിറ്റിയുടെ അടുത്ത് വരും. അപ്പം തിയേറ്ററിൽ പോയി ഒന്ന് കാണാൻ സാധിച്ചെന്ന് വരും. അങ്ങനെ സ്വന്തം പടങ്ങൾ പോലും അധികം കണ്ടിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഈ സമയം കൊണ്ട് ഒരു 30% കണ്ടിരുന്നുള്ളൂ. ഇപ്പോൾ ഈ ഇതുകൊണ്ട് അനന്തര 30% ഞാൻ കണ്ടു കഴിഞ്ഞു. ഇനി ഒരു 40% ബാക്കിയുള്ളൂ. ഇപ്പോഴത്തെ ആക്ടേഴ്സ് ഒരു ഷോട്ട് അഭിനയിച്ച് കഴിഞ്ഞ് മോണിറ്ററിൽ അത് വന്ന് കാണുന്നു, സിനിമ റിലീസാകുമ്പോൾ പ്രേക്ഷകരുടെ കൂടെ ഇരുന്ന് കാണുന്നു, സംവിധായകരുടെ കൂടെ ഇരുന്ന് കാണുന്നു, അഭിനയം മെച്ചപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അന്ന് കാലത്ത് സിനിമ തിയേറ്ററുകളിൽ എത്തുമ്പോഴാണ് സാറിനെ പോലുള്ള നടന്മാർ എന്താണ് ചെയ്തത് നിങ്ങൾ തന്നെ സ്വയം കാണുകയുള്ളൂ. അന്ന് മോണിറ്റർ ഇല്ല, ഫിലിമാണ്, ഫിലിമിന് അതിഭീകര വാല്യൂ ഉള്ളൊരു സമയമാണ്. അന്ന് അഭിനയത്തെ മെച്ചപ്പെടുത്താനുള്ളൊരു പ്രക്രിയ എങ്ങനെയായിരുന്നു? ഈ നാടകം നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മൾ കാണാറുണ്ടോ? നമ്മൾ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആർക്കും ഏതെങ്കിലും നടന്ന വിഷമം തോന്നിയിട്ടുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ പണ്ട് സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിക്കാൻ പോകുമ്പോൾ ഉടനെ ഫിലിം കൊണ്ടുപോയി അവർ ഡെവലപ്പ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വന്ന് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് കാണാനൊന്നൊരു പണിയില്ലല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ആവശ്യമില്ല. കാണാനൊരു സൗകര്യം വന്നപ്പോൾ ഉടനെ കാണുന്നു. ഇപ്പോൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പോയിട്ട് കാണാൻ സാധിക്കും, ഇല്ലേ? അതെ. അതുകൊണ്ട് കാണുന്നു എന്നുള്ളതുണ്ട്. അത് ഈ കാലം മാറുന്നതനുസരിച്ചിട്ട്, സൗകര്യങ്ങൾ മാറുന്നതനുസരിച്ചിട്ട് അത് ഉള്ള മാറ്റമാണിത്. ഈ പണ്ടത്തെ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഒപ്പം അഭിനയിച്ചവർ കൂടിയുണ്ടല്ലോ. ഒപ്പം അഭിനയിച്ച നടന്മാർ, നടിമാർ, അവരൊന്നും ഇപ്പോൾ ഏറിയ പങ്കുമില്ല. ശൂന്യത അനുഭവപ്പെടാറുണ്ട് അത് ആലോചിക്കുമ്പോൾ? ശൂന്യതയല്ല. ആദ്യം ഞാനിത് കാണാൻ തുടങ്ങിയപ്പോൾ അത് ഈ അഭിനയെല്ലാം നിർത്തിയിട്ട് ഇവിടെ വന്നിരുന്നിട്ട് ടി വിയിൽ പടം കാണാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഈ കാണാത്ത പടങ്ങൾ കാണാൻ തുടങ്ങിയത്. അപ്പോൾ ആദ്യം കാണാൻ തുടങ്ങിയപ്പോൾ മനസ്സിന് വലിയ വേദന തോന്നിയിരുന്നു. അപ്പോൾ ആ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുമായിട്ടുള്ള ഉണ്ടായിട്ടുള്ള സംഭവങ്ങളായിരിക്കും സിനിമയെക്കാളും കൂടുതൽ മനസ്സിൽ വരിക. അപ്പോൾ കൂടുതലും മനസ്സിൽ വിഷമം തോന്നിയിരുന്നു. എന്നിട്ടും പടങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. പക്ഷേ ഇത് കണ്ടിട്ട് ഞാൻ അറിയാതെ മനസ്സിലൊരു വ്യത്യാസം വന്നത്, മറ്റത് മരിച്ചവരുടെ കാണലോ നിൽക്കുന്നത് എന്നുള്ള ദുഃഖം മാറിയിട്ട് അവർ കൂടെ ജീവിച്ചിരിക്കുന്ന ഒരു ഫീലിംഗായി. അപ്പോൾ അതൊരു സന്തോഷമായിട്ട് മാറി സിനിമയിൽ അവരെ കാണുക എന്നുള്ളത്. ഇപ്പോൾ അങ്ങനെയാണ്. അവർ പടം കാണുമ്പോൾ സ്റ്റിൽ അലൈവ് എന്നുള്ളൊരു സുഖമാണ് മനസ്സിൽ തോന്നുക. അവരുമായിട്ടുള്ള നല്ല നിമിഷങ്ങൾ. സിനിമ സെറ്റുകളും വലിയ രീതിയിൽ സാറിൻ്റെ കാലഘട്ടത്തിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാരവൻ കൾച്ചർ വന്നു, അധികം ആളുകളും ഫോണിലേക്കാണ് നോക്കിയിരിക്കുന്നത്. പണ്ടത്തെ ഒരു ലൊക്കേഷൻ്റെ ഒരു സ്വഭാവം അല്ലെങ്കിൽ അന്ന് ഉണ്ടായിരുന്ന സൗഹൃദം അത് ഏത് വിധത്തിലായിരുന്നു? അന്ന് കാരവനൊന്നും സ്കോപ്പ് ഉണ്ടായിരുന്നില്ല. കാരവനെ കുറിച്ച് ആലോചിക്കാൻ നിവൃത്തിയില്ലായിരുന്നു, ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വിഷമങ്ങൾ കണ്ടൊരു എന്തെങ്കിലും തോന്നിയപ്പോൾ ഏതോ ഒരു ബുദ്ധിമാൻ ഒരു കാരവൻ ഉണ്ടാക്കാൻ നോക്കി. അത് കഴിഞ്ഞ് നമുക്ക് എന്നെ ഫോളോ ചെയ്യാൻ തോന്നി. പിന്നെ ഒരു കാരവൻ ഒരു കൂടിയെത്തിയിരുന്നൊരു സംഗതിയായിട്ട് മാറി, ഇല്ലേ? ഇപ്പോൾ എന്തിന് നിങ്ങൾ ഫോൺ എടുക്കണം, ഏതാവശ്യവും ഈ നിങ്ങളുടെ ഇരിക്കുന്ന ഫോൺ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയാൽ എന്തെല്ലാമോ പോയതുപോലെ തോന്നും. അതെ, അതുപോലെയാണ് ഈ ന്യൂ ജനറേഷൻ കുട്ടികൾ, അവരുടെ ഹെയർ സ്റ്റൈൽ, അവരുടെ വസ്ത്രധാരണം, അതിനെപ്പറ്റിയൊക്കെ അവർ നിശിതമായി വിമർശിച്ചിരുന്ന സമയത്ത് മധു സാർ പറഞ്ഞിരുന്നൊരു ഭാഷ്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പണ്ടുമുണ്ടായിരുന്നു ഇങ്ങനെ ആളുകൾ സൈഡൊക്കെ ഷേവ് ചെയ്ത് കുടുമി വെച്ച് കമ്മലിട്ടിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. അത് പണ്ടുണ്ടായിരുന്ന ഒരു കാര്യത്തിൻ്റെ ഒരു മാറ്റം മാത്രമാണ്. ഇതിനെ അത്ര കണ്ട് വലിയ കാര്യമായിട്ട് പെരുപ്പിച്ച് കാണേണ്ടതില്ല എന്നുള്ളത്. യുവത്വത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുക അല്ലെങ്കിൽ യുവാക്കളുടെ ട്രെൻഡ് മനസ്സിലാക്കുക എന്നുള്ളതും സ്വഭാവമായിട്ടുള്ളിലുണ്ടല്ലേ? അത് ജസ്റ്റ് ചേഞ്ചസ്. ഈ നേരത്തെ ഇത് കുടുംബം കെട്ടി അഞ്ജന കണ്ണെഴുതി ആനയുടെ തല ചാർത്തി അറപ്പുര വാതിലിൽ ഞാൻ കാത്തിരുന്നു പാട്ടില്ലേ? മണവാളൻ എത്തുന്നേരം കുടുമയിൽ ചൂടാനൊരു എന്തോ മുല്ലമണിമാല കൊടുത്തിരുന്നു. അപ്പോൾ അന്നത്തെ സ്റ്റൈൽ ഈ കുടുംബനായിരുന്നു. അത് സ്റ്റൈലാണ്. ഇന്നിപ്പോൾ സ്റ്റൈൽ സൈഡൊക്കെ പഠിച്ച് കളയുക എന്നുള്ളത് ഇന്നത്തെ സ്റ്റൈൽ, ഇല്ലേ? അതെ. പണ്ട് സൈഡിൽ അധികം വെട്ടാൻ സമ്മതിക്കില്ലായിരുന്നു, കരയുമായിരുന്നു പുള്ളി. വീട്ടുകാർ നിർബന്ധിക്കുമായിരുന്നു കൂടുതൽ വെട്ടിക്കളയാൻ. കാരണം ഇത് കുറേ കഴിയുമ്പോൾ വീണ്ടും വെട്ടേണ്ടി വരുമല്ലോ. ഒരു 2 മാസം കഴിഞ്ഞ് വെട്ടിയാൽ മതി. അതുകൊണ്ട് സൈഡ് വെട്ടുമ്പോൾ സങ്കടമായിരുന്നു പിള്ളേർക്ക്.
ഇപ്പോൾ അതല്ല, ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സൈഡും വെട്ടി ഷേവ് ചെയ്ത് കളഞ്ഞിട്ട് എന്നെ പോലെയുള്ള വയസ്സന്മാർക്ക് കാണാൻ നേരത്തെ വൃത്തികേടായിട്ട് തോന്നുന്നു. പക്ഷേ ഇന്നത്തെ ഹാൻസം എന്ന് പറയുന്നത് ഇങ്ങനെ രണ്ട് സൈഡും വഴിച്ച് കളഞ്ഞവരാണ്. അതൊരു മാറി മാറി വരുന്നതാണ് മനുഷ്യന്. ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൗകര്യങ്ങളായി ഇപ്പോൾ മൊബൈൽ, OTT പ്ലാറ്റ്ഫോമുകളൊക്കെ ഉപയോഗിക്കുക, അത് പലപ്പോഴും മധുസാറിൻ്റെ പ്രായവുമൊക്കെ ബന്ധപ്പെടുത്തിയ ആളുകൾ പറയുന്നത് ഇതൊരു വലിയ അപ്ഡേഷനാണ്, ടെക്നോളജിയുമായി മധുസാർ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ അപ്ഡേഷൻ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു, അതായത് ടെക്നോളജിയെ പുൽകാനുള്ള ഈ ഒരു ആഗ്രഹം, ഈ ഒരു ഉത്സാഹം മധുസാറിൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു? ആക്റ്റീവായിരുന്ന എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഈ കമ്പ്യൂട്ടർ വന്നിട്ട് പോപ്പുലറായി. അപ്പോൾ എനിക്ക് ഈ ഷൂട്ടിങ് കാരണം അങ്ങനെ തനത്തായിരുന്ന് പഠിക്കാനൊന്നും പറ്റില്ല. ഞാൻ അവസാനം ഇവിടെ 3 മാസം ഒരു ഈവനിങ് ക്ലാസ്സിൽ പോയി പഠിച്ചു കമ്പ്യൂട്ടർ പഠിച്ചു. ടെക്നോളജിയോട് ഒരു അടുപ്പമുണ്ട്, ഒരു ഇഷ്ടം. അല്ല, ആവശ്യം ടെക്നോളജി ജീവിതത്തിൽ ഒരു കോമൺ സാധനമായിട്ട് മാറുമ്പോൾ അല്ല ടെക്നോളജി അറിവാളിയാവണം എന്നുള്ളതല്ല. ടെക്നോളജി നമുക്ക് വേണ്ടതല്ലേ. മനുഷ്യൻ ഇതില്ലാതെ നമ്മൾ ഈ സൊസൈറ്റിയിൽ നിവൃത്തിയില്ല എന്ന് വരുമ്പോൾ, ഈവൻ ഇപ്പോൾ ഈ ഫോണിൻ്റെ കാര്യം തന്നെ, ഇപ്പോൾ ഫോൺ തന്നെ കുട്ടികളൊക്കെയാണ് അവർക്ക് കൂടുതൽ ഗ്രാസ്പ് ചെയ്യണം അറിയണത്. പ്രായമായ ആളുകൾ സംശയമുണ്ടെങ്കിൽ പിള്ളേരെടുത്താൽ ചോദിക്കണേ. പണ്ട് ഈ പിള്ളേർക്ക് കണക്ക് വല്ലതും പറഞ്ഞു കൊടുക്കുമ്പോൾ 3-4 പ്രാവശ്യം പറഞ്ഞു കൊടുക്കുമ്പോൾ മനസ്സിലായി മണ്ട ഞാൻ തലയിൽ കയറിയില്ല എന്തെവിടെയെന്ന് കേട്ടുമ്പോൾ ഈ അപ്പം പറഞ്ഞാലേ മനസ്സിലായില്ല, എത്ര പ്രാവശ്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിള്ളേരിങ്ങോട്ട് വരട്ടിരുന്നു. ഈ ഒരു വലുപ്പമുള്ള ആകാര സൗഷ്ഠവമുണ്ടല്ലോ, ഈ വലുപ്പം, ഇത് എപ്പോഴെങ്കിലും ഒരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടോ ചില കഥാപാത്രങ്ങൾ എടുക്കാൻ? ചില കഥാപാത്രങ്ങൾ കുറച്ചുകൂടി വലുതായിട്ട് വരാൻ നേരം നമുക്ക് ഈ മരം ചുറ്റി ഓടുന്ന ക്യാരക്ടറൊന്നും എടുക്കാൻ ഒക്കില്ലല്ലോ. ഹീറോ എന്ന് പറഞ്ഞാൽ മരം ചുറ്റി ഓടണമല്ലോ, വേണം. അത് ഒരു നോർമലി കൂടുതൽ തടിക്കുന്നത് സിനിമയിൽ മാത്രമല്ല അല്ലാതെയും ഒരു ശകലം അസൗകര്യം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇത് അച്ഛൻ്റെ നിന്ന് കിട്ടിയ, അച്ഛൻ എന്നെക്കാളും തടിയനായിരുന്നു. ഒരു മികച്ച നടന് മധുസാർ കൊടുക്കുന്ന ഒരു ഡെഫിനിഷൻ എന്തായിരിക്കും? ഒബ്സർവ് ആരാണ് കൂടുതൽ ഈ ഭൂമിയിലെ മനുഷ്യരെയും ജീവിതത്തെയും ഒബ്സർവ് ചെയ്യുന്നത്, അവനാണ് ബെസ്റ്റ് ആക്ടർ. തിരിച്ചും പറയാം, ഈ ആക്ടർ മനസ്സിലുള്ളവൻ നല്ല ഒബ്സർവറായിരിക്കും. അവന് ഈ വിവിധ കഥാപാത്രങ്ങൾ അഭിനയിക്കാനുള്ളതല്ലേ. അതുകൊണ്ട് മനുഷ്യരവൻ്റെ സൊസൈറ്റി തന്നെ വ്യത്യസ്തങ്ങൾ കാണുന്നത് അവൻ നോക്കിയിട്ട് അവൻ അറിയാതെ തന്നെ അവൻ പഠിക്കും. ഞാൻ പഠിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പഠിക്കാൻ പോവില്ല, അത് ഭയങ്കര താല്പര്യമായി ഇത് കാണാനും പഠിക്കാനും അതുപോലെയുള്ള ഏതെങ്കിലും തിരിച്ച് റീപ്രൊഡ്യൂസ് ചെയ്യാനും. അപ്പോൾ ഒബ്സർവേഷൻ അതാണ് ഒരു ആക്ടർക്ക് നമ്പർ 1 വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി. അതെല്ലാ ആക്ടർക്കും ഇതുണ്ട്. സക്സസ്ഫുൾ ആർട്ടിസ്റ്റിനെല്ലാം ഈ ഒബ്സർവേഷൻ ഉണ്ടായിരിക്കും. ഒരു മികച്ച സംവിധായകന് വേണ്ട ക്വാളിറ്റി എന്താണ്? അത് ഈ ജീവിതം പഠിക്കുക എന്നുള്ളത് തന്നെ. അതിൽ കൂടുതൽ പിന്നെ വേറൊന്ന് അവിടെ ടെക്നോളജിയും കൂടെ വരുന്നു. മറ്റേ ആക്ടറിൻ്റെ കാര്യത്തിൽ അവിടെ ടെക്നോളജി വരുന്നില്ല, പക്ഷേ അത് ഈ മെഷീനുമായിട്ട് ബന്ധപ്പെട്ടല്ലേ. മാറി മാറി വരുന്ന മെഷീൻസ്, മാറി മാറി വരുന്ന ഉപയോഗങ്ങൾ, മാറി മാറി വരുന്ന തിയേറ്റേഴ്സ്, മാറി മാറി വരുന്ന പ്രൊജക്ഷൻ, ഈ മാറി മാറി വരുന്ന പ്രേക്ഷകൻ്റെ മനസ്സ്, ഇതൊക്കെ കൂടി മനസ്സിലാക്കിയിരിക്കണം. അതിൽ കൂടെ വേണം കഥയും കഥാപാത്രങ്ങളെയും. അപ്പോൾ ഈ ഓൾറൗണ്ട് അറിവാളിയായിരിക്കണം ഡയറക്ടർ, പ്രയത്നശീലനുമായിരിക്കണം. നല്ല മെനക്കെട്ട പണിയാണ്. ഒപ്പം അഭിനയിക്കുമ്പോൾ നമുക്കൊപ്പമുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു തുല്യമായി നമ്മളിലേക്ക് ഒരു പ്രകടനം എത്തിക്കുന്നു എന്ന് തോന്നിയത് ആരോടൊപ്പം അഭിനയിച്ചപ്പോഴാണ്? ഒരു ഈക്വൽ പെർഫോമർ എന്നൊക്കെ പറയില്ലേ സാർ, അത് ശ്രീവിദ്യ? ഇതല്ലാത്ത ആരും എൻ്റെ കൂടെ അഭിനയിച്ചിട്ടില്ല. 1-2 പടത്തിൽ ആരെങ്കിലും വന്നിട്ട് പോയി കാണുമായിരിക്കും. എൻ്റെ കൂടെ സ്ഥിരം അഭിനയിച്ചിട്ടുള്ള പഴയ ആദ്യത്തെ അംബിക, ഷീല, ശ്രീവിദ്യ, ജയഭാരതി, ശാരദ, വിദ്യ, പിന്നെ 1-2 KR വിജയ. ഇവരെ നോക്കാൻ നേരത്തെ അല്ല ഇവരെ ആരാണ് മോശമായത്? അവർക്ക് പറ്റിയ ക്യാരക്ടറാണ് അവർ അഭിനയിക്കുകയാണെങ്കിൽ ചിലർക്ക് തോന്നും, ചില കുട്ടികൾ അഭിനയിക്കാൻ വരുമ്പോൾ അവർക്ക് ഡയലോഗ് പറയാൻ വിഷമമുള്ളപ്പോൾ, അഭിനയിക്കാൻ വിഷമമുള്ളപ്പോൾ, നാണം കൂടുതലുള്ളപ്പോൾ ഒക്കെ അതങ്ങനെ അധികം ഉണ്ടായിട്ടില്ല. അപ്പോൾ വിഷമം തോന്നിയിട്ടുണ്ടോ? അങ്ങനെ എനിക്കധികം തോന്നിയിട്ടില്ല, തോന്നിയേക്കാം. ഈ പറഞ്ഞവരിൽ ഏറ്റവും മികച്ചൊരു അത് ഞാൻ പറഞ്ഞു എല്ലാം ഓരോ വിധത്തിലാണ്. ഇപ്പോൾ ശാരദ അഭിനയിക്കുന്ന നല്ല റോളുകൾ ശ്രീവിദ്യയ്ക്കോ
ഷീലയ്ക്ക് ഒക്കില്ല, ഷീല അഭിനയിക്കുന്ന ശാരദയ്ക്കും പലതും ഒക്കില്ല. അതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള റോളുകളാണ്. പക്ഷെ ഇന്നയാൾ മെച്ചം, ഇന്നയാൾ ചെയ്യുന്ന ക്യാരക്ടർ മെച്ചം എന്നുള്ളതല്ലാതെ ഇന്നയാളിനെക്കാളും മെച്ചം അല്ലെങ്കിൽ മോശം എന്ന് പറയാനൊക്കില്ല. അവരെല്ലാം ഈക്വലി ക്വാളിഫൈഡാണ്. അവിടെ തൂക്കി നോക്കിയിട്ട് കാര്യമില്ല. എന്തുകൊണ്ട്? ഒരാൾ ചെയ്യുന്നത് പലതും എല്ലാ ക്യാരക്ടറും എല്ലാവരും ചെയ്യും. പക്ഷേ ചെയ്ത് ഫലിപ്പിച്ചിട്ടുള്ള ചില കഥാപാത്രങ്ങൾ മറ്റൊരു ആർട്ടിസ്റ്റിന് ചെയ്യാൻ എത്ര വലിയ ആളാണെങ്കിലും ഒത്തില്ലാന്ന് വരും. അതിപ്പോൾ കാണാമല്ലോ, ഇപ്പോൾ പഴയ പടങ്ങൾ റീമേക്ക് ചെയ്യാൻ നേരത്ത് അത് കറക്റ്റായിട്ട് നമുക്ക് ബോധ്യമാവും.